നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും നമ്മുടെ നിന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്നതും പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്തതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ്? ടൈമാണല്ലേ. അപ്പോൾ ടൈം എല്ലാവർക്കും ഈക്വലാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ടൈം കിട്ടാത്തൊരവസ്ഥ തോന്നാറുണ്ട്. അതൊരിക്കലും ടൈം ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം? ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്കറിയാം എത്ര മണിക്ക് എണീറ്റാലാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, ഒരു പ്ലാൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വീട്ടിലിരിക്കുന്നവർ, വീട്ടമ്മമാരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല സമയത്തും അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ, അതായത് പെട്ടെന്ന് തീർക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളും പതുക്കെ ആ ഒരു കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ അതിനൊരു മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കും കുറേ ടൈം, പല നല്ല നല്ല ക്വാളിറ്റി ടൈം നമ്മൾ യൂസ് ചെയ്ത് നല്ല വീഡിയോസ് കാണാനും നല്ല ബുക്സ് വായിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ ഫാമിലിക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണല്ലേ. ഈ ഒരു 4 കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ പലർക്കും ടൈം ഇല്ലാണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് നമുക്ക് ഈ മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ടു ഡു ലിസ്റ്റ് എന്ന് പറയും, അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് 3-4 കാര്യങ്ങൾ നമ്മളൊന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുമ്പോൾ നമുക്കത് രാത്രി ആകുമ്പോഴത്തേക്കും ചെയ്ത് തീർക്കണം എന്നുള്ളൊരു വാശി ഉള്ളിലുണ്ടാവും. അതുപോലെ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുക. എന്താണ് നമ്മുടെ പ്രയോറിറ്റി? ചിലപ്പോൾ ചില ഫോൺ കോൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരം പോകും നമുക്കറിയാം. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അത് ചെയ്ത് തീർത്തതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അതിലും പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഫാമിലിയോട് കൂടി ഇരിക്കുന്ന സമയത്ത് വേറെ ഒരു കാര്യങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കുക, മക്കളെ പഠിപ്പിക്കുന്ന നേരത്ത് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന ആ ഒരു സമയത്ത് വേറെ രീതിയിലേക്കൊന്നും നമ്മൾ ചിന്തകളൊന്നും പോവാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഒരു നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട സമയത്ത് അതിൽ മാത്രം എൻഗേജ്ഡ് ആവാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് തിരിച്ച് കിട്ടാത്തതാണല്ലേ ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമാണ് നാളെ നമ്മളുടെ ജീവിതം തന്നെ വിലയിരുത്തുന്നത്. എപ്പോഴും നമുക്ക് എന്താ പറയുക, പലപ്പോഴും നമുക്ക് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ടൈമില്ല എന്ന് പറയുന്നത് നമ്മൾ ഇന്നെങ്കിലും നിർത്താനായിട്ട്, എന്നും നാളെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ നമ്മുടെ ഒരു സബ്ജക്റ്റ് നമ്മുടെ ടോപ്പിക്കിൽ കൊണ്ടുവരാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുകയാണെങ്കിൽ നല്ലൊരു നാളെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ.